വികാരം മൂത്ത വികാരി യുവതിയെ കയറിപ്പിടിച്ചു, കേസായി. തിരുട്ട് സഭയുടെ കുർബാനക്കളിക്കാരന്മാരായ പാതിരിപ്പാമ്പുകളുടെ തൊപ്പിയിൽ ഒരു കോഴിത്തുവൽ കൂടി. 33 വയസ്സുള്ള യുവതിയെ പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ കയറിപ്പിടിച്ചെന്ന പരാതിയിൽ പാതിരിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സിറോ മലബാർ സഭയുടെ തലശ്ശേരി രൂപതയുടെ അധീനതയിലുള്ള പരപ്പ വിമലഗിരി പള്ളി വികാരിയായിരുന്ന മാത്യു കോണിക്കലിനെതിരെയാണ് വെള്ളരിക്കുണ്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരിയായ 33-കാരി പരാതി നൽകിയത്. പള്ളിയിൽ എത്തിയ യുവതിയുടെ ശരീരഭാഗങ്ങളിൽ ലൈംഗിക ഉദ്ദേശത്തോടെ പാതിരി കയറി പിടിച്ചു എന്നാണ് പരാതിയിൽ പറയുന്നത്. യുവതിയുടെ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ട് കാസർഗോഡ് വനിതാ പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 210/2024 ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകളിട്ട് കേസ് രജിസ്റ്റർ ചെയ്തു. പണി പാളിയതറിഞ്ഞ് പാതിരി മുങ്ങിയതിനാൽ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പാതിരിയുടെ മൊബൈലും സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്. പാതിരിയുടെ വെള്ളനേറ്റി ഊരി പാഴ്സനേജിന് പിന്നാമ്പുറത്തുള്ള കുറ്റിക്കാട്ടിൽ കളഞ്ഞിട്ടാണ് പാതിരി ഒളിവിൽ പോയത്. പള്ളിയിൽ വിളിച്ചു വരുത്തി പാതിരി തന്നെ കയറി പിടിച്ചു എന്ന് കാണിച്ച് യുവതി സഭാ നേതൃത്വത്തിനും പരാതി കൊടുത്തിരുന്നു. സംഗതി കേസായി എന്ന് കണ്ടപ്പോൾ മാത്യു പാതിരിയെ വിമലഗിരി പള്ളിയിലെ കുർബാനകളിൽ നിന്നും സഭാ നേതൃത്വം മാറ്റി നിർത്തിയിരുന്നു. വെള്ള നൈറ്റിയുമിട്ട് നടക്കുന്ന കുർബാന കളിക്കാരന്മാരെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല. അതുപോലെ പെണ്ണ് കെട്ടാതെ ദൈവവേലയ്ക്കെന്നും പറഞ്ഞ് പ്രകൃതിവിരുദ്ധ ജീവിതം നയിക്കുവാനും കർത്താവ് പറഞ്ഞിട്ടില്ല. പയ്യന്നൂരിൽ എലിവിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത ആന്റണി മുഞ്ഞനാട് എന്ന പാതിരിയുടെ കേസ് ഡയറിയിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പാതിരിക്ക് ഒരു ചെറു ഇടവകയിലെ 24 പത്രുമതികളുമായി അവിഹിത ബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. അതിൽ ഒരുവൾ ഗർഭിണിയും. ഈ സമ്മർദ്ദങ്ങൾ താങ്ങാനാവാതാണത്രേ പാതിരി എലിവിഷം കഴിച്ച് ഇഹലോകവാസം വെടിഞ്ഞത്. വികാരമടക്കാനാവാതെ നാട്ടുകാരുടെ ഭാര്യമാരെയും കുഞ്ഞുങ്ങളെയും കയറി പിടിക്കുവാൻ നടക്കുന്ന ഇവന്മാരെ ഒന്നുകിൽ പിടിച്ച് പെണ്ണ് കെട്ടിച്ചിട്ട് കുർബാന കളിക്കുവാൻ വിടുക, അല്ലെങ്കിൽ വരി ഉടച്ച് കളയുക. അതുമല്ലെങ്കിൽ സ്ത്രീകൾ പള്ളിയിൽ പോകുമ്പോൾ ഒരു കൊച്ചുപിച്ചാത്തിയോ പെപ്പർ സ്പ്രേയോ കയ്യിൽ കരുതുക. മാനം പോയിട്ട് പിന്നെ സ്വർഗരാജ്യം കെട്ടിയിട്ട് വല്ല കാര്യവുമുണ്ടോ? അതുപോലെ പള്ളിമേടകളിൽ അണ്ടിപ്പരിപ്പും തിന്ന് വൈനുപടിച്ചിരിക്കുന്ന ഈ മോന്മാർക്ക് വിശ്വാസികൾ നല്ല ഓരോ തൂമ്പ മേടിച്ചു കൊടുക്കുക. കുർബാന കളിയില്ലാത്ത സമയം ഇവന്മാരെ വീടുകളിൽ കൊണ്ടുപോയി കുറഞ്ഞത് 100 മൂട് കപ്പയ്ക്ക് തടമെടുപ്പിക്കുക, അല്ലെങ്കിൽ വാഴയ്ക്ക് തടമെടുപ്പിക്കുക. തിന്നത് എല്ലിനിടയിൽ കയറുന്നതിൻ്റെ കഴപ്പാണ് ഈ പാതിരി പാമ്പുകൾക്ക്. സാരിയുടെ തുമ്പ് കാണുമ്പോൾ കുപ്പായം പൊങ്ങുന്ന ഇവന്മാരാണ് നമ്മെ സ്വർഗരാജ്യത്തിൽ കൊണ്ടുപോകാൻ ഇടയ്ക്ക് കയറി നിൽക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.